ചെറിയൊരു ഹാർനസ് അല്ലെങ്കിൽ ചെറിയൊരു ഇട്ടിരുന്നെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷപ്പെട്ടേനെ. ആൾക്കാർ വിചാരിക്കുന്ന ഇങ്ങനെയുള്ള കമ്പ കയറാൻ പറ്റത്തില്ലെന്നാ പാലം പോലെ കിടക്കുന്നത്. പോകത്തില്ല പിന്നെ ഇത് മുറുക്കണമെങ്കിലും ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. സേഫ്റ്റി ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് വരപ്പോൾ ഉള്ള ആൾക്കാർ ഇനി അതില്ലാതെ കയറൂല. അതിനകത്ത് കയറുമ്പോൾ ആ അമ്പലത്തിൻ്റെ ആൾക്കാർ പറഞ്ഞ് ഇത്ര വലിയ തടിയ സേഫ്റ്റി ഇല്ലാതെ കയറരുത് ഒരുപാട് വേണം പറഞ്ഞില്ല. കഴിഞ്ഞ മാസം വീട്ടിൽ മുറിക്കാൻ വന്ന അവർക്ക് ആർക്കും സേഫ്റ്റി ഇല്ല. ഏറ്റവും ഞെള്ളി കൊമ്പിലൊക്കെ നിന്നിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളുള്ള കൊല്ലം ജില്ലയിൽ കടപ്പാക്കട ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ സ്പൈക്കും അതിനോട് അനുബന്ധിച്ചുള്ള സേഫ്റ്റി ബെൽറ്റ് റോപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഒന്ന് ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അടിയിലത്തെ ബെൽറ്റ് ഇതിങ്ങനെ പുറകെ നിന്ന് ചുറ്റി ഇവിടെ ചുറ്റുക. നമുക്ക് മാക്സിമം വലിച്ചു മുറുക്കുക. എന്നിട്ട് ഈ സ്പൈക്കിൽ തന്നെ ഒരു ചുറ്റ് വെച്ചോണം. ചുറ്റിട്ട് ഒന്ന് വലിച്ചു മുറുക്കിക്കൊണ്ട് മാക്സിമം നമ്മൾ വലിച്ചു മുറുക്കാൻ നോക്കുക. നമ്മൾ കയറുമ്പോൾ ഇത് നമ്മളിത് ലൂസാക്കണമെങ്കിൽ ഉള്ളോട്ട് അമക്കിയിട്ട് നമ്മൾ പുറകോട്ട് വിട്ടാൽ പിന്നെ ലോക്കാം. ഇത് പോകത്തില്ല. പിന്നെ ഇത് മുറുക്കണമെങ്കിലും ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. അത് ബാക്കിലോട്ട് ഇനി എന്ത് കളി കളിച്ചാലും ബാക്കിലോട്ട് ഇറങ്ങി വരത്തില്ല. എത്ര ലോക്ക് നമ്മൾ ടൈറ്റ് ആകുന്നതിനനുസരിച്ച് ടൈറ്റ് ആകുക എന്നല്ലാതെ ലൂസായി വരും. ലൂസാകത്തില്ല. അത് നമ്മൾ ഈ ചവിട്ടുമ്പോൾ അടുപ്പിച്ച് ചവിട്ടുക. ഇങ്ങനെ ചവിട്ടി നമ്മൾ കാല് നൂത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാ, നമ്മൾ പോകത്തില്ല. ഇത്ര നമ്മൾ ഒരുപാട് കളത്തി ചവിട്ടി നമുക്ക് കയറാൻ പാടില്ല. നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ പണിയുന്ന സമയത്ത് മുട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് പോകത്തില്ല. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ ചവിട്ട് കറക്റ്റായി നിൽക്കുവാണെങ്കിൽ നമ്മൾ ഈ ചവിട്ടുണ്ടല്ലോ എങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന തടിയാലാണെങ്കിലും നമുക്ക് കയറി പോകാൻ പറ്റും. വലിയ തടിയാണെങ്കിൽ നമ്മൾ കയറെ തന്നെ പിടിച്ച് കയറും. ഇതിനകത്തൂടെ ഒരു ചുറ്റിട്ടു. അടുത്ത യൂസ് ചെയ്യുന്നത് ഇതല്ല, മുന്നോട്ടാ ഉണ്ടോ? അമക്കണ്ട, താപ്പോട്ട് അമക്കണ്ട, ചുമ്മാ മുന്നോട്ട് തള്ളിയാൽ മതി. ഉണ്ടോ? ഫസ്റ്റ് സാറിന് ഒരു ടൈറ്റൊക്കെ തോന്നും. അത് ചെയ്ത് ക്ലിയർ ആകുമ്പം അത് അങ്ങനെ തന്നെ സാറേ. ഇത് ഫസ്റ്റത്തെ ഇതല്ലേ സാറിൻ്റെ? ഇതൊക്കെ ഈ കാല് നോക്കത്, ഈ കാല് നോക്ക്, ഈ കാല് നോക്ക്, നോക്ക് നൂറട്ടെ. അപ്പോൾ ഈ കാല് തന്നെ പൊങ്ങിയില്ലേ? ഈ കാല് നോക്ക്. വലിയ സ്റ്റെപ്പ് നോക്കാതെ ഒരു ഈ മുട്ട് നോത്തോ? അതെ, അങ്ങനെ അങ്ങനെ ഒന്ന് ഇറങ്ങി കയറി നോക്കിയാ സാറേ. ഒന്ന് 2 സ്റ്റെപ്പ് തപ്പടെ ഇറങ്ങി. അതെ, സമാധാനം. അത് തന്നെ. ഈ ഒരു ചാണിൻ്റെ അകലത്തിലുള്ള പരിപാടിയുള്ളൂ ഇതിനകത്ത്. എനിക്ക് ആ ഫസ്റ്റത്തെ ഒരു മരത്തേക്ക് കയറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, എന്താവും എങ്ങനെയാവും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരു മരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ സിമ്പിളായി പോകും. എല്ലാം കൊണ്ടും കമ്പിലൊക്കെ കയറിപ്പോ, ഇങ്ങനെയുള്ള കമ്പയിലെല്ലാം കയറിപ്പോ ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർ വിചാരിക്കുന്ന ഇങ്ങനെയുള്ള കമ്പ കയറാൻ പറ്റത്തില്ലെന്നാ പാലം പോലെ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കവട്ടയിലെത്തില്ലേ, നമ്മളിപ്പം ഇങ്ങനെ വെക്കുക. ഇനി മുകളിലോട്ട് ഈ ഫസ്റ്റത്തെ റോപ്പ് ലൂസ് ചെയ്താലേ നമുക്ക് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോപ്പ് ആ കവട്ടയിൽ കൂടെ ഇടുന്നു, ആ മുകളിൽ കൂടെ ഇട്ട് ഇപ്പോൾ സേഫ്റ്റി. ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട ആ റോപ്പ് അഴിച്ചു വിടുന്നു. വിട്ടോ. ഇനി വളഞ്ഞു കിടക്കുന്ന ആ കമ്പിലോട്ടാണ് നമ്മൾ പോയത്. ഓക്കെ. അവിടെ ഈ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന കമ്പ് ചവിട്ട് വന്നെങ്കിലേ
ഇപ്പോൾ കമ്പ് ഇതാണെങ്കിൽ ഒരു കമ്പിൻ്റെ ഈ സൈഡും കറക്റ്റ് സൈഡായിട്ട് ചവിട്ടി പോവാണെങ്കിൽ അതും ഏകദേശം ഒരു ചാണ് ഗ്യാപ്പിൽ ചവിട്ടി പോവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും കറക്റ്റായിട്ട് ചവിട്ട് കിട്ടും. മേൽവശത്ത് ചവിട്ടാൻ നോക്കിയാൽ നമുക്ക് ചവിട്ട് കിട്ടത്തില്ല. ഓവർ അടിവശത്തോട്ടായിട്ട് ചവിട്ടാതെ നോക്കുക. ആ ഫുള്ള് മൗണ്ടനറിങ്ങിൻ്റെ കിറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ സർവീസ് ഒട്ടുമിക്ക ആൾക്കാർക്കും ട്രെയിനിങ്. അപ്പോൾ ഉപയോഗിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ അവർക്ക് കൈമാറുകയാണ്. ഒരു കേസ് കണ്ടപ്പോഴാണ് നമ്മൾ ഇത് മേടിക്കണമെന്ന് തന്നെ വർഗീസ് സാറുണ്ട് വർഗീസിലോ അത് കണ്ടപ്പോഴാണ് ഇവിടെയും സ്റ്റേഷനിൽ ഇത് മേടിക്കുന്ന കാര്യത്തെ കുറിച്ച് തീരുന്നത്. മരത്തിൽ കയറുന്നതിന്റെ മാത്രമല്ല ഈ കിണറ്റിലൊക്കെ ഇറങ്ങി പണിയുന്നവരുണ്ട്. ചെറിയൊരു ഹാർനസ് അല്ലെങ്കിൽ ചെറിയൊരു ഇട്ടിരുന്നെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷപ്പെട്ടേനെ. കാരണം നമ്മുടെ ഇവിടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഒരു കിണറ്റിൽ തന്നെ 4 പേര് മരിച്ചിട്ടുണ്ട്. അത് 4 പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാതിട്ട് മരിച്ചതാണ്. ഇറങ്ങുന്ന ഒരാളെ സേഫ്റ്റിക്കൊന്ന് ഒരു സേഫ്റ്റി ഹാർനസോ അല്ലെങ്കിൽ ഒരു പോലെ ഒരു കെട്ടിയായിരുന്നു അയാളെ വലിച്ചെടുക്കായിരുന്നു. അങ്ങനെ വലിച്ചെടുക്കാൻ സാധ്യത ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മരത്തിൽ കയറുമ്പം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ മാസം വീട്ടിൽ മുറിക്കാൻ പോകുന്ന അവർക്ക് ആർക്കും ഒരു സേഫ്റ്റി ഇല്ല. ഏറ്റവും ഞെള്ളി കൊമ്പിലൊക്കെ നിന്നിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞാൽ അവർക്ക് വെൽഡിങ് നിൽക്കുന്ന ആൾക്കാർ ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ രണ്ട് പട്ടയ്ക്കകത്ത് നിന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചിട്ടുണ്ട്. അതൊന്നും പുറം ലോകം അറിയുന്നില്ല. 2023 കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ചൊരു ബംഗാളി മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചായിരുന്നു. വീണ് സ്പോട്ടിൽ മൊത്തം ഡാമേജായി, അകം മൊത്തം, പുറത്തോട്ട് ഒരു പരിക്കൂല. അതിനകത്ത് കയറുമ്പോൾ ആ അമ്പലത്തിൻ്റെ ആൾക്കാർ പറഞ്ഞ് ഇത്ര വലിയ തടിയാണ്, സേഫ്റ്റി ഇല്ലാതെ കയറരുത് ഒരുപാട് വേണം പറഞ്ഞതാണ്. പക്ഷെ ഇതൊന്നും ഇല്ല, ഞാൻ കയറിക്കോളാമെന്ന് പറഞ്ഞ് കയറി. വടത്തിൽ 40 അടി ഒരാളെ കൊണ്ട് എങ്ങനെയായാലും വളത്തെ ഞാൻ കയറൽ നടക്കത്തില്ല. ഇടയ്ക്ക് ഒന്ന് ചവിട്ടി നിൽക്കാൻ വേറെ ഒരു സംവിധാനവും ഇല്ല. പകുതി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയിൻ്റെ സ്ട്രെങ്ത് മൊത്തം കഴിഞ്ഞ് വിട്ടു വന്നു. അതും ഡയറക്റ്റ് ഏകദേശം തറയോടിനകത്തോട്ടാ വന്ന് വീണു. സേഫ്റ്റി ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഉള്ള ആൾക്കാർ ഇനി അതില്ലാതെ കയറൂല. ആദ്യമൊക്കെ തന്നെ ഈ ത്രായിപ്പെട്ട് കാര്യമായിട്ട് ഈ കൈയിൻ്റെ അവസ്ഥയായിരുന്നു. മൊത്തം പാറക്കല്ല് പോലെയായിരുന്നു, കാലിൻ്റെ അടിയല്ല. ഇപ്പം അതൊക്കെ പോയി സ്മൂത്തായി. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലത്തെ ഫയർ സേഫ്റ്റി അവിടുന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ സേഫ്റ്റി പ്രൊഡക്റ്റുകളും സ്പൈക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഇപ്പോൾ 3-4 ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസുകളിലായി നമ്മൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായാലും ആരെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വില്ലേജ് വുഡ് പേക്കറിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ വിവരങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.